അശ്വതി, എന്തായാലും സ്കൂളുകളൊക്കെ തുറക്കാറായി. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ. ഒപ്പം തന്നെ ചില നിബന്ധനകൾ ഉണ്ട് അല്ലെ, നമ്മുടെ കുട്ടികളുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ വാഹനങ്ങളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിൽ കടുത്ത നിർദ്ദേശങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്കൂൾ വാഹന ജീവനക്കാരുടെ നിയമനത്തിന് മുൻപ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്കൂൾ വാഹന സേവനത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ശാലിനിയോട് ചോദിക്കാം. ശാലിനി, കുട്ടികളുടെ കാര്യമാണ്, അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുതന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിലും പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ? രാഖി, അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് സ്കൂളുകളുടെ ഫിറ്റ്നസ്, വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നതിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജാഗ്രതയോടുകൂടി ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഫിറ്റ്നസ് കൂടി നോക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഡ്രൈവർമാർ മാത്രമല്ല, അതിൽ വാഹനത്തിൽ ജോലി ചെയ്യുന്ന ആയമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് വിദ്യാഭ്യാസ ഡയറക്ടർ ഇത്തവണ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൃത്യമായി വേണമെന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ. അതുമാത്രമല്ല, ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലോ മറ്റോ പ്രതികളായിരുന്നോ, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ അവർക്ക് മേൽ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്കൂൾ അധികൃതർ പരിശോധിക്കണം. അത് പരിശോധിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുകയാണെങ്കിൽ സ്കൂൾ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല, എല്ലാ വാഹനങ്ങളിലും, എല്ലാ സ്കൂൾ വാഹനങ്ങളിലും, പ്രത്യേകിച്ച് LKG UKG ഉൾപ്പെടെയുള്ള പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ പരിശീലനം ലഭിച്ചൊരു വനിതാ അറ്റൻഡറുടെ സേവനം നിർബന്ധിതമാക്കണമെന്നുള്ളതാണ് സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. കുട്ടികളുടെ മാനസികാവസ്ഥ കൈകാര്യം ചെയ്യൽ, അപകടങ്ങൾ ഉണ്ടാകുന്ന പക്ഷം പ്രാഥമിക ശുശ്രൂഷ അടക്കം നൽകാൻ, അടിയന്തര സാഹചര്യങ്ങളെ പരിചരണം നൽകാനുമൊക്കെ ഇത്തരത്തിലുള്ള പരിശീലനം ലഭിച്ച ആളുകൾ തന്നെ വാഹനത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായി 1 വർഷം കരാർ അടിസ്ഥാനത്തിലായിരിക്കണം അവർക്ക് ഈ സ്കൂളുകളിൽ ജോലി നൽകേണ്ടത്. കാരണം പല ഘട്ടങ്ങളിലും കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്, പല സ്കൂളുകളുടെയും ഡ്രൈവർമാരൊക്കെ പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സ്കൂളിൻ്റെ പ്രവർത്തനത്തെയും വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുവരുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ബാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ വാഹനങ്ങളിൽ സ്പീഡ് ഗവേണൻസും CCTV ക്യാമറകളും ഘടിപ്പിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനം എല്ലാ സ്കൂളുകളിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ അധികൃതരാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, ഇല്ലെങ്കിൽ അവർക്കെതിരെയും കർശന നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഡ്രൈവർമാരുടെ പ്രൊഫഷണൽ കഴിവ്, മുൻകാല ഡ്രൈവിംഗ് ചരിത്രം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവരുടെ പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമേ ഇവർക്ക് നിയമനം നൽകാവൂ എന്നുള്ളതാണ്. സ്കൂൾ വാഹനങ്ങളിൽ പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അധ്യയന വർഷത്തിനിടയിൽ ജീവനക്കാർക്ക് കൃത്യമായുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകണമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കിയ വിദ്യാവാഹന ആപ്പ് വഴി വാഹനത്തിന്റെ ലൈവ് ലൊക്കേഷൻ രക്ഷകർത്താക്കൾക്ക് അറിയാനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. അങ്ങനെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, മഴക്കാലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിശീലനമില്ലാത്ത അല്ലെങ്കിൽ വഴികൾ അറിയാത്ത വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ അപകട സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ നിയമിക്കാവൂ എന്നുള്ളതാണ്. 10 വർഷം പ്രവൃത്തി പരിചയമുള്ള, വാഹനങ്ങൾ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള, നല്ല പ്രൊഫൈലുള്ള ആളുകളെ മാത്രമേ സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ ജോലിക്കായി നിയോഗിക്കാവൂ എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതിൽ ക്രമക്കേടുകൾ നടത്തി പല സ്കൂളുകളിലും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഈ വർഷം അടിയന്തരമായിട്ടുള്ള യോഗങ്ങൾ ചേരുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും കർശന നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്കൂൾ അധികൃതർക്കും ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്കും നൽകിയിട്ടുള്ളത്. രാഖി, അശ്വതി. ശരിയാണ്. സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഈ ബാഗ് വാങ്ങുന്നതും ബുക്ക് വാങ്ങുന്നതും ഒക്കെ, അതൊക്കെ ഈ പൊതിയുന്നതൊക്കെ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ആണ്. രാഖിയുടെ സ്കൂൾ തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായി?
എന്തായാലും എല്ലാവരുടെയും വീടുകളിൽ എന്ന പോലെ നമ്മുടെ വീടുകളിലും അതൊക്കെ തന്നെയാണ് കാഴ്ച. ഈ ഈ ഈ ബുക്കൊക്കെ തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതെ അതെ അതെ, അതൊരു വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. അത് ഇഷ്ടമാണല്ലേ. നമ്മളൊക്കെ ഇഷ്ടപ്പെടാത്തവർ വിരലെണ്ണാവുന്നത് മാത്രമായിരിക്കും അല്ലേ. നമ്മൾ ഈ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ ഇങ്ങനെ കുറെ നാളൊക്കെ കളിച്ച് നടക്കുമ്പോൾ മടുക്കും. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കും. അമ്മ അച്ഛനൊക്കെ പറയുമല്ലോ നമുക്ക് ഇന്ന് ബുക്ക് മേടിക്കാൻ പോകണം, കാരണം ഞാൻ എക്സൈറ്റഡ്, എനിക്ക് ഡോറയുടെ നെയിം സ്ലിപ്പ് മേടിക്കുക, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ ഹോബികളാണല്ലേ കുട്ടികൾക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതുപോലുള്ള എന്തൊക്കെ ഹോബികളാണുള്ളത് എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. എന്തായാലും അങ്ങനെ എല്ലാ വിരുദ്ധന്മാരും അറിയാനാണ്. ഇന്ന് 24 മെയ് ആയി. ഇനി 6 ദിവസം കൂടിയേ ഉള്ളൂ, 6-7 ദിവസം, ഒരാഴ്ച കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും യൂണിഫോം ഒക്കെ ഇട്ട് മിടുക്കന്മാരായി സ്കൂളുകൾ, മിടുക്കന്മാരും മിടുക്കികളുമായി സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്.